നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. മധ്യ തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു പേരാണ് ശ്രീ PC ജോർജ്. പൂഞ്ഞാറിൽ PC-യുടെ നേതൃത്വത്തിൽ BJP വൻ നേട്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചില രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ ചുറ്റുമുള്ളവർ ഒറ്റപ്പെടുത്തിയപ്പോൾ, വെറുക്കപ്പെട്ടവനായി ചിത്രീകരിച്ചപ്പോൾ അവരുടെ എല്ലാം ഇടയിൽ നിന്നുകൊണ്ട് BJPക്ക് വേണ്ടി ശക്തമായി പ്രവർത്തിച്ച് ഒരു മികച്ച നേട്ടമാണ് PC ജോർജ് പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ ആകമാനം, പൂഞ്ഞാറിൽ മാത്രമല്ല കോട്ടയം ജില്ലയിലാകമാനം PC-യുടെ നേതൃത്വത്തിൽ BJPക്ക് ഉണ്ടായിട്ടുള്ളത്. CPM പോലും ഈ തെരഞ്ഞെടുപ്പിൽ സ്വന്തം ചിഹ്നത്തിൽ ആളുകളെ നിർത്താൻ ധൈര്യം കെട്ടാതിരുന്നപ്പോൾ BJPയുടെ താമര ചിഹ്നത്തിൽ കോട്ടയം ജില്ലയിലെ പാലാ, കാഞ്ഞിരപ്പള്ളി, കോട്ടയം ഭാഗങ്ങളിൽ കത്തോലിക്കർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ കത്തോലിക്ക സ്ഥാനാർത്ഥികളെ BJPയുടെ താമര ചിഹ്നത്തിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുകയും ശക്തമായ പ്രവർത്തനം നടത്തി നല്ല നേട്ടം കൊയ്യുകയും ചെയ്യാൻ PC ജോർജിന് കഴിഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായിട്ട് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിന്റെ ഭരണം BJPക്ക് നേടിക്കൊടുക്കുവാൻ PC ജോർജിന് സാധിച്ചു. പൂഞ്ഞാർ തെക്കേക്കര മാത്രമല്ല, പൂഞ്ഞാർ പഞ്ചായത്ത് കൂടാതെ തെടനാട് പഞ്ചായത്തിൽ 5 സീറ്റുകൾ മുഖ്യ പ്രതിപക്ഷമായി തെടനാട് പഞ്ചായത്തിൽ, അതുപോലെ കോരിത്തോട്, പാറത്തോട്, കൂട്ടിക്കൽ, അങ്ങനെ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽപ്പെടുന്ന മിക്ക പഞ്ചായത്തുകളിലും ശക്തമായ സാന്നിധ്യം അറിയിക്കുവാൻ PC-യുടെ നേതൃത്വത്തിൽ BJPക്ക് കഴിഞ്ഞു. പ്രധാന നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യമായിട്ട് ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്തിൽ 2 സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ BJPക്ക് കഴിഞ്ഞു. അതിന്റെ പ്രധാന നേട്ടം വെറും 11% വോട്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയത്. അത് ഇരട്ടിയിലധികം കൂട്ടി 26%. അതുപോലെ ഈ ഈരാറ്റുപേട്ട, പാലാ, ഈരാറ്റുപേട്ട ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാം, കാഞ്ഞിരപ്പള്ളി ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാം, ഈരാറ്റുപേട്ടയിലെ PC ജോർജിന്റെ ചേന്നാട് കവലയിലുള്ള വീട് കുറച്ചു കാലത്തേക്ക് ആളൊഴിഞ്ഞൊരു പൂരപ്പറമ്പ് പോലെയായിരുന്നു ആ വീടിന്റെ അവസ്ഥ. നമുക്കറിയാം, ഈ PC-യുടെ വീടിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിൽപ്പെട്ട മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന SDPIയുടെ ശക്തി കേന്ദ്രമാണ്. PC-യുടെ ഉൾപ്പെടെ 1-2 ക്രിസ്ത്യൻ ഭവനങ്ങൾ മാത്രമാണ് ആ ഭാഗത്തുള്ളത്. ഒരു മരിച്ച വീട്ടിൽ ചെന്നാൽ, ഒരു കല്യാണ വീട്ടിൽ ചെന്നാൽ PC-യോട് മിണ്ടാൻ പോലും SDPI തീവ്രവാദികളെന്ന് നമ്മൾ ആളുകൾ വിളിക്കുന്ന ആ ആളുകൾ തയ്യാറായിരുന്നില്ല. വെറുക്കപ്പെട്ടവനായിട്ടായിരുന്നു PC-യെ കണ്ടിരുന്നത്. ആ സ്ഥാനത്ത് ഇന്ന് വിജയശ്രീ ലാളിതനായിട്ടാണ് PC ഈരാറ്റുപേട്ടയിലും പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലും കോട്ടയം ജില്ലയിൽ ആകമാനം നിവർന്നു നിൽക്കുന്നത്. ഇതിനൊക്കെ PC-യെ സഹായിച്ചത് മകൻ ഷോൺ ജോർജിന്റെ ചിട്ടയായ പ്രവർത്തനമാണ്. എണ്ണയിട്ട് യന്ത്രം പോലെ ഷോണിന്റെ നേതൃത്വത്തിൽ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ നടത്തിയ കുറ്റമറ്റ പ്രവർത്തനമാണ് ഇത്രയധികം നേട്ടം BJPക്കും ശ്രീ PC ജോർജിന് നേടിക്കൊടുക്കുവാൻ ഇടയായത്. ഒരു കാര്യം പറയാതെ വയ്യ, ഷോണിനെ അഭിനന്ദിക്കാതിരിക്കാൻ നിവർത്തിയില്ല. ഷോണിനെ പോലെ ഒരു മകൻ, ഷോണിനെ പോലെയുള്ളൊരു നേതാവ് PC-ക്കും BJPക്കും കിട്ടിയെന്നുള്ളത് അവർക്ക് ഒരു അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. ഈ നേട്ടത്തിനൊക്കെ PC-യുടെ ഈ നേട്ടത്തിനൊക്കെ ശ്രീ പിണറായി വിജയൻ ഒരു പങ്കുണ്ടെന്നാണ് എൻ്റെ പക്ഷം. PC-യെ 2 തവണ കള്ളക്കേസിൽ കൊടുക്കുകയും അറസ്റ്റ് ചെയ്തതും പൂഞ്ഞാറിൽ നിന്ന് തിരുവനന്തപുരം വരെ ഒരു പ്രഹസനം പോലെ, റാലി പോലെ വണ്ടിയെ കൊണ്ടുപോയതൊക്കെ ഈ ഇടതുമുന്നണിക്കും CPM-ന്റെ ദുർഭരണത്തിനുമെതിരെ ശക്തമായി പ്രവർത്തിക്കാൻ PC-ക്കും മകനും ഇന്ധനമായി എന്ന് വേണം ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ തുടർന്നാണ് ശ്രീ ഷോൺ ജോർജ് പിണറായിയുടെ മകൾ വീണയ്ക്കെതിരെയുള്ള SFIO കേസും അതുപോലെ മറ്റു മുനമ്പം കേസിലൊക്കെ കയറി ശക്തമായ ഇടപെടൽ നടത്തിയത്. ഈ മുനമ്പം കേസ് പറഞ്ഞതുകൊണ്ട് പറയട്ടെ, മുനമ്പം കേസിൽ ഷോൺ നടത്തിയ ഇടപെടലുകൾ കത്തോലിക്കരുടെ ഇടയിൽ, പ്രത്യേകിച്ച് പാലാ മേഖലയിൽ BJPക്കും ഷോണിനും PC-ക്കും ഒക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കി കൊടുത്തത്. പൊതുവെ ഈ പോരാളികളായ ആളുകളെ ജനങ്ങൾക്ക് ഇഷ്ടമാണ്. ഇപ്പം നമുക്കറിയാം, ഈ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന നേതാക്കൾക്കൊക്കെ ഒത്തിരി അണികളുണ്ടാകും. ശ്രീ PC ജോർജും മകനും അതുപോലത്തെ നേതാക്കളാണ്. ധീരന്മാരെ വിജയം തുണയ്ക്കുമെന്നാണ് പറയുന്നത്. അത്തരണത്തിൽ നോക്കിയാൽ നല്ല ശക്തരായ ധീരരായ യോദ്ധാക്കളാണ് ശ്രീ PC-യും അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജും. ഈ ഒരു സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിൽ BJPക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടമാണ് PC ജോർജ്. PC-ക്കും ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഈ BJP. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, വർത്തവും ഇല്ലാത്ത ഒഴിഞ്ഞ പൂരപ്പറമ്പായിരുന്നു PC-യുടെ ചേന്നാട് കവലയിലുള്ള വീട്. ഇപ്പോൾ അങ്ങോട്ട് വീണ്ടും ആളുകളുടെ ആരവങ്ങൾ ഉണ്ടായി തുടങ്ങി. ആളുകൾ PC-യുടെ വീട്ടിലേക്ക് ചെല്ലാൻ തുടങ്ങി, അല്ല അവിടെ നിന്ന് ഇറങ്ങാതായി. അതിന് PC-യെ സഹായിച്ചത് BJP എന്ന രാജ്യം ഭരിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ തണൽ, പിന്തുണ അദ്ദേഹത്തിനുണ്ട് എന്നുള്ള ആളുകളുടെ ബോധ്യമാണ്. അപ്പോൾ കേരള കോൺഗ്രസ്, പൊതുവെ കോട്ടയം എന്ന് പറയുന്ന കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഒരു കേന്ദ്രമാണ്. അതിന്റെ ഒരു ഭാഗമായിരുന്നു ഇത്രയും കാലം PC ജോർജ്. ആ ഒരു അഡ്രസ്സിന്റെ പുറത്താണ് PC ജോർജ് BJPയിൽ എത്തിയതും ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയതും. പൊതുവെ കേരള കോൺഗ്രസുകളൊക്കെ ക്ഷയിക്കുന്ന ഒരു കാലമാണ്. അതിന്റെ ഭാഗമായിരുന്ന PC-ക്ക് നേരത്തെ ക്ഷയിച്ചെങ്കിലും ഇപ്പോൾ ആ ക്ഷയിച്ച അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് ഉയരാൻ PC-ക്ക് കഴിഞ്ഞു. ഇപ്പോൾ കോട്ടയം ജില്ലയിൽ മൊത്തത്തിലെടുത്ത് നോക്കുവാണെങ്കിൽ മിക്ക പഞ്ചായത്തിലും ആര് ഭരിക്കണമെന്ന് BJPയും PC ജോർജും തീരുമാനിക്കും. ഇപ്പോൾ പാലായാകട്ടെ, കടുത്തുരുത്തിയാകട്ടെ,
ഏറ്റുമാനൂരാകട്ടെ പൂഞ്ഞാറാകട്ടെ മിക്ക നിയോജക മണ്ഡലങ്ങളിലും BJP ഒരു നിർണായക ശക്തിയാണ്. ഇപ്പം എരുമേലിയിൽ കോൺഗ്രസിനാണ് ഭൂരിപക്ഷം, പക്ഷേ അവിടെ പട്ടികജാതി സംവരണ സീറ്റാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പട്ടികജാതി സംവരണമാണ്. കോൺഗ്രസിന് പട്ടികജാതി സംവരണത്തിൽപ്പെട്ട വനിതകളില്ല. അതുള്ളത് BJPക്കും CPMനുമാണ്. അതുപോലെ മീനച്ചി പഞ്ചായത്ത്, അതുപോലെ നിരവധി പഞ്ചായത്തുകളിൽ BJP നിർണായക ശക്തിയാണ്. അപ്പോൾ നേരത്തെ BJPക്ക് ഇല്ലാതിരുന്ന ഈ നേട്ടങ്ങളൊക്കെ ഇപ്പോൾ കിട്ടിയത് PC ജോർജും മകനും BJPയിലേക്ക് വന്നതിന് ശേഷമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ജയിച്ചില്ലായിരുന്നുവെങ്കിൽ നിഷ്പ്രഭമായി പോകേണ്ടിയിരുന്ന ഒരു പാർട്ടി അല്ലെ ഒരു വിഭാഗമായിരുന്നു PC ജോർജിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം. പക്ഷേ അദ്ദേഹത്തിന്റെ ദൈവാനുഗ്രഹവും ഭാഗ്യവും എന്നൊക്കെ പറയട്ടെ, ഒരു ശക്തമായ തിരിച്ചുവരവ്. അതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം നമ്മളെ ഈ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഏത് വിധേനെ ഇച്ചിരി ശ്വാസം എടുക്കാൻ വേണ്ടി പൊങ്ങി വരാൻ വേണ്ടി നമ്മൾ ആ ഒരു ശ്രമമാണ് PCയും മകനും ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിജയം ധീരന്മാർക്കുള്ളതാണ്. അപ്പോൾ കൂടുതൽ കരുത്തരായി കൂടുതൽ ശക്തരായി അവർ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.